തഴയപ്പെട്ടവർക്കും തളർത്തപ്പെട്ടവർക്കും സഞ്ജു സാംസൺ എന്ന പേര് ഇനി വെറുമൊരു പേരല്ല, അതൊരു പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ലോകകപ്പ് ടീമിലുണ്ടായിരുന്നിട്ടും ഒരു മത്സരം പോലും കളിക്കാനാകാതെ ഗ്യാലറിയിൽ ഇരിക്കേണ്ടി വന്ന ആ വേദനയിൽ നിന്നും സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ വരെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ വിജയനായകനിലേക്കുള്ള സഞ്ജുവിന്റെ ദൂരം എത്രയായിരുന്നു? ഇന്ത്യ ലോക കിരീടം ചൂടുമ്പോൾ ആ വിജയത്തിന്റെ യഥാർത്ഥ ശില്പിയായി മാറിയത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസൺ. വിരാട് കോഹ്ലി സഞ്ജുവിനെ ചേട്ടാ എന്ന് വിളിച്ച് ആദരിച്ചത് എന്തിനായിരുന്നു? ഈ അവിശ്വസനീയമായ കുതിപ്പിന് പിന്നിലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ രഹസ്യ ഉപദേശം എന്തായിരുന്നു? നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. T20 ലോകകപ്പിൽ ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ കിരീടമുയർത്തിയപ്പോൾ ഏവരുടെയും കണ്ണുകൾ സഞ്ജു സാംസണിലായിരുന്നു. ടൂർണമെന്റിലുടനീളം ബാറ്റിംഗിൽ വിസ്മയം തീർത്ത സഞ്ജുവിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് മുൻ നായകൻ വിരാട് കോഹ്ലി. സഞ്ജുവിന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ സഞ്ജുവിനെ ചേട്ടാ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചത്. ഏറ്റവും അർഹിച്ച ആൾക്ക് തന്നെ പുരസ്കാരം ലഭിച്ചു. ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ നീ ടീമിനായി തിളങ്ങി. നിന്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം ചേട്ടാ എന്നാണ് കോഹ്ലി കുറിച്ചത്. സഞ്ജു സാംസൺ എന്ന മലയാളി താരം ലോക ക്രിക്കറ്റിന്റെ നെറുകയിലെത്തുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു യുഗപ്പിറവിയായി മാറുകയാണ്. താരത്തിന്റെ മാസ്മരിക പ്രകടനങ്ങളിൽ കടപുഴകി വീണ റെക്കോർഡുകൾ നിരവധിയാണ്. സെമിയിലും ഫൈനലിലും ഹാഫ് സെഞ്ചുറി കുറിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ താരം എന്ന റെക്കോർഡ് സഞ്ജു സ്വന്തമാക്കി. വിരാട് കോഹ്ലിയും ഷഹീദ് അഫ്രീദിയുമാണ് സഞ്ജുവിന് മുമ്പ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. കൂടാതെ ഒരു T20 ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരവും ഇനി സഞ്ജു തന്നെ. 321 റൺസാണ് സഞ്ജു ഈ ലോകകപ്പിൽ നേടിയത്. 319 റൺസ് നേടിയ വിരാട് കോഹ്ലിയെയാണ് സഞ്ജു മറികടന്നത്. ഒരു T20 ലോകകപ്പ് ഫൈനലിൽ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വലിയ സ്കോറും ഇപ്പോൾ സഞ്ജുവിന്റെ പേരിലാണ്. 89 റൺസ് നേടിയാണ് സഞ്ജു ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനെയും അഭിഷേക് ശർമ്മയെയും പ്രശംസിക്കാൻ മറന്നില്ല. ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നെനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇവരിലൊരു മാച്ച് വിന്നർ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സഞ്ജുവും അഭിഷേകും ടോപ്പ് പ്ലെയേഴ്സാണ്, അവർ ഫൈനലിൽ അത് തെളിയിച്ചു, സൂര്യ പറഞ്ഞു. ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് സഞ്ജു സാംസൺ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വിജയനായകനായി മാറിയത്. മോശം ഫോം കാരണം ഇന്ത്യൻ 11-ൽ ആദ്യം സ്ഥാനം നഷ്ടമാവുകയും രണ്ടാം വരവിൽ ടീമിന്റെ എക്സ് ഫാക്ടറും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റുമായി അദ്ദേഹം മാറുകയും ചെയ്തിരിക്കുകയാണ്. ആകെയുള്ള 9 മത്സരങ്ങളിൽ വെറും 5 എണ്ണം മാത്രമേ കളിച്ചുള്ളൂവെങ്കിലും ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സഞ്ജുവാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 80.25 ശരാശരിയിൽ 199.37 എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം 321 റൺസാണ്. 3 50+ സ്കോറുകളും ഇതിലുൾപ്പെടും. ഈ ലോകകപ്പിൽ ഇത്രയും ഗംഭീര പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചതിനു പിന്നിൽ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം കൈക്കലാക്കിയ ശേഷം സഞ്ജു തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മോശം സമയത്തിലൂടെ കടന്നുപോയപ്പോൾ വലിയ പിന്തുണയും സഹായവുമാണ് സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്നും തനിക്ക് ലഭിച്ചതെന്നാണ് സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത്. ഇക്കാര്യം ഇപ്പോൾ എനിക്കിവിടെ ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ സാറുമായി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം കളിക്കാൻ അവസരം കിട്ടാതെ പുറത്തിരുന്ന സമയത്തായിരുന്നു അത്. ഇത്തരമൊരു സമയത്ത് ഏതു തരത്തിലുള്ള മാനസികാവസ്ഥയാണ് എനിക്ക് വേണ്ടതെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഉപദേശം തേടി സച്ചിൻ സാറിനെ സമീപിച്ചത്. അദ്ദേഹവുമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ കൂടി സച്ചിൻ സാർ എന്നെ വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയെക്കുറിച്ചെല്ലാം അദ്ദേഹം ചോദിച്ചിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഒരാളുടെ സഹായം ലഭിക്കുമ്പോൾ എനിക്ക് പിന്നീട് എന്താണ് വേണ്ടത്? ആ വ്യക്തതയും ആ തയ്യാറെടുപ്പുകളും ഗെയിമിനെക്കുറിച്ചുള്ള അവബോധവുമെല്ലാം എനിക്ക് ഗുണം ചെയ്തു. എന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് സഞ്ജു വ്യക്തമാക്കി. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. വളരെയധികം നന്ദിയുണ്ട്. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇപ്പോൾ വാക്കുകളില്ല. ഞാൻ അതിലൂടെ കടന്നുപോകുകയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആരംഭിച്ചത് 1-2 വർഷം മുമ്പാണെന്ന് ഞാൻ കരുതുന്നു. 2024-ൽ വെസ്റ്റ് ഇൻഡീസിൽ ലോകകപ്പ് നേടിയ ടീമിനൊപ്പം ഞാൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു മത്സരം പോലും കളിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ സ്വയം ദൃശ്യവൽക്കരിച്ചുകൊണ്ടിരുന്നു, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു, ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. അന്ന് ഞാൻ ആഗ്രഹിച്ചതിതാണ്. അതിനായി പ്രവർത്തിക്കണമെന്നും ഞാൻ ഉറപ്പിച്ചു. ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. ന്യൂസിലൻഡുമായുള്ള അവസാനത്തെ T20 പരമ്പരയ്ക്ക് ശേഷം ഞാൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. സ്വപ്നങ്ങൾ തകർന്നുവെന്ന് എനിക്ക് തോന്നി. എങ്കിലും എനിക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്നും ആലോചിച്ചു. പക്ഷേ ദൈവത്തിന് വ്യത്യസ്തമായ ചില പദ്ധതികളുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഈ ലോകകപ്പുകളിലെ നിർണായക ഗെയിമുകളിലേക്ക് തിരിച്ചെത്തി. രാജ്യത്തിനായി എന്നെക്കൊണ്ട് കഴിയാവുന്നത് ചെയ്തു. അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ എനിക്ക് ധൈര്യം ലഭിച്ചതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്, സഞ്ജു കൂട്ടിച്ചേർത്തു. സഞ്ജു സാംസൺ എന്ന ഈ മലയാളി കരുത്തിന് മുന്നിൽ ലോക ക്രിക്കറ്റ് ഇന്ന് തലകുനിക്കുമ്പോൾ ഓരോ മലയാളിക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. സഞ്ജുവിന്റെ ഈ അവിശ്വസനീയമായ പോരാട്ടത്തെയും സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ നിർണായക പിന്തുണയെയും നിങ്ങൾ എങ്ങനെ കാണുന്നു? സഞ്ജുവാണോ ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. സഞ്ജുവിന്റെ ഇനിയും വരാനിരിക്കുന്ന റെക്കോർഡുകളെക്കുറിച്ചും ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വിശേഷങ്ങളെക്കുറിച്ചും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തു വെക്കുക. മറ്റൊരു തകർപ്പൻ ക്രിക്കറ്റ് വാർത്തയുമായി വീണ്ടും കാണാം.